ശ്രീ കെ.സി. വേണുഗോപാൽ, ഈ അറസ്റ്റ് അത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒന്ന് തന്നെയായിരുന്നു. കാരണം ED 9 തവണ സമൻസ് അയച്ചു. ഈ 9 തവണയും അരവിന്ദ് കെജ്രിവാൾ പോയിരുന്നില്ല. മാത്രമല്ല അറസ്റ്റ് ഒഴിവാക്കാനുള്ള നിയമ നടപടികളുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്യുകയായിരുന്നു. പക്ഷേ ഈ തിടുക്കപ്പെട്ട, അതായത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ പുറത്തു വന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് പ്രഖ്യാപിച്ചു. അതിന് തൊട്ടു പിന്നാലെയുള്ള ഈ ഒരു അറസ്റ്റ്, അതിൽ തീർച്ചയായും മറ്റൊരു രാഷ്ട്രീയമില്ലേ? അത് തന്നെയല്ലേ കേന്ദ്ര സർക്കാർ കണക്കാക്കുന്നത്? നമുക്ക് അങ്ങനെ വ്യാഖ്യാനിച്ചുകൂടെ? രാഷ്ട്രീയമല്ല, ഇന്ത്യൻ ജനാധിപത്യത്തിന് ഏറ്റവും ഒരു കറുത്ത ദിശയിലേക്ക് ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ, മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ, ഇലക്ഷൻ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ ഈ സന്ദർഭത്തിൽ അറസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ക്ലിയർ രാഷ്ട്രീയമാണ് അതിന്റെ പിന്നിൽ. തങ്ങൾക്കെതിരായി നിൽക്കുന്ന രാഷ്ട്രീയ ശക്തികളെ ഇല്ലായ്മ ചെയ്യുക. തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടി മാത്രം മതി, ആ ഒരു പാർട്ടി മാത്രം മത്സരിച്ചാൽ മതി, ഒരു പാർട്ടിയുടെ നേതാക്കൾ മാത്രം പ്രസംഗിക്കാൻ പോയാൽ മതി, ഒരു പാർട്ടിയുടെ നേതാക്കൾ മാത്രം ക്യാമ്പയിൻ ചെയ്താൽ മതി. ഇത്തരം ധിക്കാരപരമായ നയത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടിയാണ് ഇപ്പൊ നടത്തിയിരിക്കുന്നത്. അവർ BJPക്കെതിരെ നമുക്ക് ഏറ്റവും വലിയ ആരോപണം വന്നിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂവിൽ. ആ ബോണ്ട് മുഴുവൻ അവരാണ് നേടിയിരിക്കുന്നത്. അതിലുള്ള വൻ അഴിമതി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ED അന്വേഷിക്കുന്നുണ്ടോ? ഏതെങ്കിലും മിങ്ങന്റെ പരിശോധിക്കുന്നുണ്ടോ? എത്രയോ BJPയിൽ ചേർന്ന നേതാക്കന്മാർക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായിരുന്നു, കേസുണ്ടായിരുന്നു. ഏതെങ്കിലും ED അറസ്റ്റ് ചെയ്യുന്നുണ്ടോ, അന്വേഷിക്കുന്നുണ്ടോ? ഇത് ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. പ്രതിപക്ഷത്തിന്റെ ലെവൽ പ്ലേയിങ് ഫീൽഡ് കംപ്ലീറ്റ് നിഷേധിക്കുക. ഇപ്പൊ കോൺഗ്രസിന്റെ തന്നെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. അതുപോലെ തന്നെ നേതാക്കന്മാരെ കേസിൽ കൊടുക്കുക, അറസ്റ്റ് ചെയ്യുക. ഇതോടുകൂടി ഇന്ത്യയിൽ ജനാധിപത്യത്തിന്റെ എല്ലാ സീമകളെയും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചേ മതിയാകൂ. രാജ്യത്ത് ജനാധിപത്യം ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് മോദിയും സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പോരാടിയേ മതിയാകൂ. ശ്രീ കെ.സി. വേണുഗോപാൽ, അതുപോലെ തന്നെ 2 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായ നേതാവാണ് ഇപ്പോൾ ED അറസ്റ്റിലായിരിക്കുന്നത്. മാത്രമല്ല ഇന്ത്യ മുന്നണിയിൽ തന്നെ ഏറ്റവും സമുന്നതനായ ഒരു നേതാവ് കൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ. ഇനി ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് ഇന്ത്യ മുന്നണി കൈക്കൊള്ളാൻ, എത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്കാണ് ഇന്ത്യ മുന്നണി പോകുന്നത്? എന്താണ് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ട് ഈ കാര്യത്തിൽ ഡൽഹി മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കും, സംശയം വേണ്ട. കാരണം ജാർഖണ്ഡ് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഈ നടപടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്രതികരിച്ചതാണ്. പക്ഷേ ഇത് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, പ്രതിപക്ഷത്തിനെതിരായിട്ട് മാത്രമാണ്. നിയമത്തിന്റെ വഴിക്ക് പോകണമെന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. നിയമപരമായിട്ടുള്ള നടപടികൾക്കൊന്നും ഞങ്ങൾക്ക് ആരും എതിരല്ല. പക്ഷെ നിയമം പ്രതിപക്ഷത്തിനെതിരെ ഉപയോഗിക്കാനുള്ള മാത്രം ആയുധമാണോ? അതാണ് ഞങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഇതിന്റെ ടൈമിങ്, തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നവരെ കാത്തിരുന്നിട്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ചെയ്യുന്നത് എന്തിനാണ്? അപ്പൊ ഡൽഹിയിൽ അവരെ പൂർണ്ണമായും തോക്കും, മനസ്സിലായി. അവര് തിരഞ്ഞെടുപ്പിൽ തോക്കുന്നു മനസ്സിലായി. അപ്പൊ അതിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാടകം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അവർക്ക് ഇത് തിരിച്ചടി ആയിരിക്കുമെന്ന് സംശയം വേണ്ട. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇതിനെ ചെറുക്കുകയും ചെയ്യും.